ഒരു കുട്ടി സ്കൂളിൽ പോകുന്നില്ല, ദിവസങ്ങളായി സ്കൂളിൽ പോകുന്നില്ല. അപ്പം നമ്മൾ പോയി അന്വേഷിച്ച് എന്നാ പ്രശ്നമെന്ന് നോക്കിയപ്പം കുട്ടി ഡിപ്രസ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ആൾ പുറത്തിറങ്ങത്തില്ല, പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുന്നു, പുറം ലോകമായി യാതൊരു ബന്ധവുമില്ല. മേളിലോ സൈഡിലോ എവിടെയെങ്കിലും ഒരു മുറി കാണും, അവിടെ ഈ 14 വയസ്സുകാരൻ അല്ലെങ്കിൽ 15 വയസ്സുകാരൻ പുറം ലോകവുമായി ബന്ധമില്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കും. സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പം ഈ സ്വയവുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ അവിടെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളൊക്കെ തന്നെ അവർ ശരിക്കും ഓവർവെൽംഡ്. അപ്പോൾ അവരുടെ മേൽ ഒത്തിരി എക്സ്പെക്റ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട്. അവരെ കരിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി എക്സ്പെക്റ്റേഷനൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെ അവരൊത്തിരി ഓവർവെൽംഡ്. അവർക്ക് സ്വാഭാവികമായി ചിന്തിക്കാനോ സ്വയമായി ചിന്തിക്കാനോ നൈസർഗികമായി ചിന്തിക്കാനോ ഉള്ള സ്പേസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് ഈ അക്കാഡമിക് പ്രഷർ ഒത്തിരി ഉണ്ടാകുന്നു, സോഷ്യലി അവർ ഐസൊലേറ്റഡ് ആകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അഡോളസൻസിൻ്റെ വെല്ലുവിളികളെ പറ്റിയാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ടീനേജേഴ്സിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ടീനേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രായമാണ് ടീനേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ മാറ്റത്തിൻ്റെയും വെല്ലുവിളികളുടെയും സമയമാണ്. എന്നാൽ ഇന്ന് ആധുനിക സമൂഹത്തിൽ കുറേ പുതിയ വെല്ലുവിളികൾ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മറികടക്കാൻ കഴിയാത്ത ആധുനികമായ കുറച്ച് വെല്ലുവിളികൾ കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ സധൈര്യം നേരിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോ ഒരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ പ്രഷറാണ്. ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ പ്രഷർ. നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. സോഷ്യൽ മീഡിയയുടെ വലിയ സമ്മർദ്ദത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് സോഷ്യൽ സർക്കംസ്റ്റാൻസസിൽ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, കോവിഡ് കാലത്ത് നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ കുറേ കൂടെ ഡിജിറ്റൽ ആവേണ്ടതായിട്ട് വന്നു. നമ്മുടെ ക്ലാസ് റൂമുകളും ഒക്കെ ഡിജിറ്റലായി. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നടത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഡിജിറ്റൽ വേൾഡ് നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എപ്പോഴും സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെപ്പോഴും പെർഫെക്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ സുന്ദരന്മാരാകാൻ, കൂടുതൽ സുന്ദരിമാരാകാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യേണ്ടതിന് അവർ ധാരാളം ശ്രമങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്. കൂടുതൽ പെർഫെക്റ്റ് ആകാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഒത്തിരി പോപ്പുലർ ആകാൻ ഇഷ്ടപ്പെടുന്നു. ഒരു എക്സൈറ്റിംഗ് ലൈഫ് നയിക്കാൻ, സ്വാഭാവികമല്ലാത്ത, നാച്ചുറൽ അല്ലാത്ത ഒരു തരം ജീവിതം നയിക്കുവാൻ നമ്മുടെ കുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സൈബർ ബുള്ളിയിങ് പോലുള്ള പ്രശ്നങ്ങളുണ്ട്, കമ്പാരിസണുണ്ട്, പരസ്പരം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ അഡിക്ഷനും നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഈ ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ പ്രഷറാണ്. ഇതിന് വേണ്ടുന്ന കൃത്യമായ ഒരു പരിചരണം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഒരു 20-25 വർഷം മുമ്പ് നമുക്ക് ധാരാളം കളിയിടങ്ങളുണ്ടായിരുന്നു, കളിസ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ കുട്ടികൾ അവരുടെ ഒഴിവ് സമയങ്ങളൊക്കെ ചെലവഴിക്കുകയും കായിക വിനോദങ്ങളിലും മറ്റും ഏർപ്പെട്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. നമ്മുടെ കുട്ടികളെ കൂടുതൽ അത്തരം കായിക വിനോദങ്ങളിൽ, അതുപോലെ നൃത്തം പോലെയുള്ള കാര്യങ്ങളിൽ, വര പോലെയുള്ള മേഖലയിലേക്ക് നമ്മൾ ഒന്ന് കൈപിടിച്ച് നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ വേൾഡിലെ ഒരു പ്രഷർ, സോഷ്യൽ മീഡിയയിലെ പ്രഷറൊക്കെ അവർക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ചെറിയ കാലഘട്ടത്തിലൊക്കെ നമുക്കൊരിക്കലും മെൻ്റൽ പ്രഷർ എന്നൊരു സാധനം ഉണ്ടായിരുന്നില്ല. നമുക്ക് മനസ്സെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അങ്ങനൊരു സാധനം ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായത് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് അതല്ല. ഇന്ന് മെൻ്റൽ പ്രഷർ വർദ്ധിക്കുന്നു. ഇപ്പോൾ കൗൺസിലിംഗ് മേഖലകൾ കൂടുന്നു, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് കൂടുന്നു. കൂടുതൽ ആളുകൾ MSc കൗൺസിലിങ്ങിലേക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തെറാപ്പീസൊക്കെ ചെയ്യുന്ന ആളുകൾ ആ മേഖലകളിലേക്ക് ജോബ്
ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒത്തിരി കൂടുന്നുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതിൻ്റെ കാരണം ഒത്തിരി ആ മേഖലയിൽ ധാരാളം ജോലിക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു, സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പം നമ്മൾ പറയും ഒരു കുട്ടി സ്കൂളിൽ പോകുന്നില്ല, ദിവസങ്ങളായി സ്കൂളിൽ പോകുന്നില്ല. അപ്പം നമ്മൾ പോയി അന്വേഷിച്ച് എന്നാ പ്രശ്നമെന്ന് നോക്കിയപ്പം ആ കുട്ടി ഡിപ്രസ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ആൾ പുറത്തിറങ്ങത്തില്ല, പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുന്നു, പുറം ലോകമായി യാതൊരു ബന്ധവുമില്ല. മേളിലോ സൈഡിലോ എവിടെയെങ്കിലും ഒരു മുറി കാണും, അവിടെ ഈ 14 വയസ്സുകാരൻ അല്ലെങ്കിൽ 15 വയസ്സുകാരൻ പുറം ലോകവുമായി ബന്ധമില്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കും. സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പം ഈ സ്വയവുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളൊക്കെ തന്നെ അവർ ശരിക്കും ഓവർവെൽംഡ്. അപ്പോൾ അവരുടെ മേൽ ഒത്തിരി എക്സ്പെക്റ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട്. അവരെ കരിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി എക്സ്പെക്റ്റേഷനൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെ അവരൊത്തിരി ഓവർവെൽംഡ്. അവർക്ക് സ്വാഭാവികമായി ചിന്തിക്കാനോ സ്വയമായി ചിന്തിക്കാനോ നൈസർഗികമായി ചിന്തിക്കാനോ ഉള്ള സ്പേസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് ഈ അക്കാഡമിക് പ്രഷർ ഒത്തിരി ഉണ്ടാകുന്നു, സോഷ്യലി അവർ ഐസൊലേറ്റഡ് ആകും. നമ്മുടെ സ്കൂളുകളിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ A+കാരെല്ലാം കൂടെ ഒരുമിച്ചിരിക്കും. അത് നമ്മൾ പൊതുവെ പറയത്തില്ലെങ്കിലും തത്വത്തിൽ ഇരിക്കുമ്പോൾ ഇവരെല്ലാം ഒരുമിച്ചായിരിക്കും. എ മേടിച്ചവരെല്ലാം അതിൻ്റെ പുറകെ ഇരിക്കും. പിന്നെ സിയും ഡിയും ഉള്ളവരുടെ അവസ്ഥ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സോഷ്യലി കുട്ടികൾ വളരെ ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ അതിന് ശരിക്കും നമ്മുടെ സ്കൂളുകളൊക്കെ ഇവരെ ഐസൊലേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ്. അറിഞ്ഞോ അറിയാതെ അത് ചെയ്തു പോകുന്നു. കാരണം സ്കൂളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്കൂളുകൾക്ക് നല്ല റിസൾട്ടാണ് വേണ്ടത്. അപ്പോൾ അവർ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ അക്കാഡമിക് കരിയർ സ്ട്രെസ്സ് കൂടുതൽ കുട്ടികൾക്കുണ്ടാകുന്നു. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പം തന്നെ ഒരു 3-4 വയസ്സിനകം തന്നെ കുട്ടി എന്താകണമെന്നുള്ളത് പേരൻസ് നിശ്ചയിച്ചിട്ട് അതിനനുസരിച്ച് ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യുകയാണ്. കുട്ടിയുടെ ഈ കുഞ്ഞു പ്രായം അല്ലെങ്കിൽ അവൻ്റെ ആ ബാല്യകാല ഇഷ്ടങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അവൻ ഓടാനോ ചാടാനോ പാടാനോ മറിയാനോ കുത്തി മറിയാനോ ഒക്കെയുള്ള ആഗ്രഹം അവനുണ്ട്. പക്ഷേ അതിനൊന്നുള്ള സാഹചര്യമില്ല. ഇപ്പം സ്കൂളിൽ തന്നെ ഇവനെ കൊണ്ടുവിടുന്നു. CBSE സ്കൂളുകൾ, ICSE സ്കൂളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് സ്റ്റേറ്റ് സിലബസിൻ്റെ സ്കൂളുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കൊണ്ടുവിടുന്നു. 2 മാസം അവധി വരുമ്പോഴും ഇതേ കുട്ടികളെ നമ്മൾ വേറൊരിടത്തേക്ക് കൊണ്ടാക്കുകയാണ്. അവിടെ ഈ തീവ്ര പരിചരണ വിഭാഗത്തിൽ വണ്ണം ഈ കുട്ടിയെ കൃത്യമായി അവൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള അവനിങ്ങനെ ഒരുക്കുകയാണ്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ കരിയർ സ്ട്രെസ് അക്കാഡമിക് പ്രശ്നങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. പിന്നെ നമ്മൾ ഈ ആക്സസ് ടു അൺഫിൽറ്റേർഡ് ഇൻഫർമേഷനാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരിക്കലും നല്ല വിവരങ്ങളല്ല, അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശരിക്കും ഫിൽട്ടർ ചെയ്ത കൃത്യമായ ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. പേരൻസിനെ സംബന്ധിച്ച് വാട്ട് ഡു ദ പേരൻസ് മീൻ എന്നൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ അടിച്ചു കൊടുത്താൽ അതിന് വരുന്ന അർത്ഥം ഈ കുട്ടി ആ അർത്ഥം കാണുമ്പോൾ വേറൊരു ഐഡിയ ആണ് കുട്ടിക്ക് കിട്ടുന്നത്. കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ 2 പേർ ആവശ്യമായി വരുന്നു, അവരൊരുമിച്ചപ്പോൾ നിങ്ങളുണ്ടായി, അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ചപ്പോൾ ഞാനുണ്ടായി എന്ന ഇൻഫർമേഷൻ കിട്ടുന്നു. ഇൻഫർമേഷൻ കറക്റ്റാണെങ്കിലും അതൊരു കൃത്യമായ ഒരു അറിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നാച്ചുറലി കുട്ടി അറിയേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അറിയേണ്ടത്. അപ്പോൾ തന്നെ ഇങ്ങനത്തെ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചിലത് ഹെൽപ്ഫുള്ളാണ്, ചിലത് ഹാംഫുള്ളാണ്. അതുപോലെ മിസ്ഇൻഫർമേഷൻ, ശരിയായിട്ടല്ലാത്ത ഇൻഫർമേഷൻ കുട്ടികൾക്ക് ലഭിക്കുന്നു. ഹാംഫുൾ ട്രെൻഡ്സിലേക്ക് കുട്ടികൾ നീങ്ങുന്നു. ഇനപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ് കുട്ടികളുടെ സ്വഭാവത്തെയും അവരുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയൊക്കെ വല്ലാണ്ട് ബാധിക്കാറുണ്ട്. ഇപ്പോൾ സ്ഥിരമായി കാർട്ടൂൺ കാണുന്ന കുട്ടികളുണ്ട്. സ്ഥിരമായി കാർട്ടൂൺ കാണുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ പതിയെ ബിഹേവ് ചെയ്യുന്നത് കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെ ആയിരിക്കും. പതിയെ അവർ അതുപോലെ നടക്കുകയും അതുപോലെ സംസാരിക്കുകയും അതുപോലെ സഞ്ചരിക്കുകയും അതുപോലെ ഇടപെടുകയും ചെയ്യും. അതൊരിക്കലും നാച്ചുറലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇവർ അൺനാച്ചുറലായിട്ട് ചിന്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ്റെ പ്രശ്നമാണ്. അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കാർട്ടൂൺ കഥാപാത്രങ്ങളെന്ന് പറയുന്നൊരു സംഭവം തന്നെയില്ല. അത് കൊച്ചുകുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ്. തന്നെയല്ല, അടുത്തൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഫേസ് ടു ഫേസ് സോഷ്യൽ സ്കിൽസ് ഇന്നില്ല. നമുക്ക് സോഷ്യൽ സ്കിൽസ് അവതരിപ്പിക്കാനുള്ള വേദി ഇന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻട്രാക്ഷനൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം ഓൺലൈനിലാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. കുറച്ച് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈ റിയൽ ലൈഫിലുള്ള സോഷ്യൽ സ്കിൽസ് അവർക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അതുപോലെ തന്നെ
മീനിങ് ഫുൾ കണക്ഷൻസ് ഇല്ലാതെ വരുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടുതലായിട്ട് സമയം ചെലവഴിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദെയർ ആർ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, ദെയർ ആർ റിയൽ ഹാപ്പിനെസ്. ശരിയായ സന്തോഷവും ശരിയായ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. കാരണം നിങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ നിങ്ങളുടെ സമയം ചിലവഴിക്കുമ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി ഒന്ന് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഡൈവോഴ്സ് സ്ട്രക്ചറാണ്. ഈ ഫാമിലി ഡൈനാമിക്സിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. മാതാപിതാക്കളുടെ ഡൈവോഴ്സ്, അതുപോലെ തന്നെ ബ്ലെൻഡഡ് ഫാമിലീസ്, എക്കണോമിക് ചലഞ്ചസ് ഒക്കെ ഉണ്ട്. അവിടെ കുട്ടിക്ക് ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് കുറച്ച് അഡോളസൻസ് അനുഭവിക്കുന്ന കുറേ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അഡോളസൻസിനെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്ത് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോയാലും ടോക്ക് അബൌട്ട് ഇറ്റ്, അതിനെപ്പറ്റി സംസാരിക്കണം. എന്ത് സമ്മർദ്ദമാണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് നിങ്ങളൊരു ഫാമിലി മെമ്പറിനോടോ ഒരു ഫ്രണ്ടിനോടോ ഒരു ടീച്ചറിനോടോ ഒരു കൗൺസിലറിനോടോ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചിരിക്കണം. നിങ്ങളല്ലാതെ ഈ സമ്മർദ്ദത്തിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതം കോഞ്ഞാട്ടയായി പോകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിതം കോഞ്ഞാട്ടയായി പോകാതിരിക്കാൻ നമുക്ക് ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരാളോട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ട്, ഏറ്റവും നമുക്ക് വിശ്വാസം തോന്നുന്ന ഒരാളോട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിലാക്സേഷന് സമയമെടുക്കണം. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് റിലാക്സേഷനുള്ള ഒത്തിരി കാര്യങ്ങൾ ഇന്നുണ്ട്. അതായത് ഈ ഡീപ്പ് ബ്രീത്തിങ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, യോഗയുണ്ട്. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സും റിലാക്സേഷനും ഒക്കെ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, അത് നിങ്ങൾ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തത് ടോക്ക് അബൌട്ട് ഇറ്റ്, നിങ്ങളുടെ പ്രഷറിനെ പറ്റി നിങ്ങൾ സംസാരിക്കുക. രണ്ടാമത്തത് പ്രാക്ടീസ് റിലാക്സേഷൻ ഓർ മൈൻഡ്ഫുൾനെസ്. മൂന്നാമത്തത് സ്റ്റേ ഓർഗനൈസ്ഡ്. ഒരു സ്കെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കൃത്യമായ ഒരു പട്ടിക ഉണ്ടാക്കുക. അത് നിങ്ങൾ ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു ചെറിയ ബ്രേക്ക് ഇതിനിടയ്ക്ക് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാലാമത്തെ കാര്യം, ഗെറ്റ് ആക്റ്റീവ്. നിങ്ങൾ ആക്റ്റീവ് ആകേണ്ടതായിട്ടുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി അതിന് വേണം. വാക്കിംഗ് പോലെയുള്ള, റണ്ണിങ് പോലെയുള്ള, ഡാൻസിങ് പോലെയുള്ള, പ്ലേയിങ് സ്പോർട്സ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആവശ്യം. ഇപ്പോൾ ഈ അവധി കാലഘട്ടമാണ്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒത്തിരി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ നീന്തൽ പോലെയുള്ള സ്കില്ലുകൾ എല്ലാ കുട്ടികൾക്കും അറിയില്ല. CBSE പ്രത്യേകിച്ച് ഈ വലിയ സ്കൂളുകളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ CBSE ICSE സ്കൂളുകളിലൊക്കെ പലയിടങ്ങളിലും പരിശീലനം ഉണ്ടെങ്കിലും ധാരാളം കുട്ടികൾ മുങ്ങിച്ചാവുന്നുണ്ട്. അവർക്ക് ഈ സ്വിമ്മിങ് അറിയത്തില്ല. ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ കഴിയുന്ന ഒരു നല്ല സ്കില്ലാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. നമ്മുടെ പരിസരത്തൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ സ്കൂളുകാരോ ക്ലബ്ബുകാരോ ഒക്കെ അതിനുള്ള പരിശീലനം നൽകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി നിങ്ങളത് പോയി അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ക്രീൻ ടൈമിനെ ലിമിറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തെ നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺലൈനിൽ ധാരാളം സമയം നിങ്ങൾ ചിലവഴിക്കരുത്. നിങ്ങൾ ഓൺലൈനിൽ ഒത്തിരി സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഓൺലൈനിലുള്ളവരുണ്ട്. അവരുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നിങ്ങളുടെ ആങ്സൈറ്റിയും പ്രഷറും ഒക്കെ വർദ്ധിക്കുമെന്നല്ലാതെ ഒരു ഗുണവുമില്ല. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. അതുപോലെ തന്നെ ഈ ഫോണും മറ്റ് ആപ്പുകളും ഒക്കെ ആയിട്ടൊരു ആരോഗ്യകരമായൊരു അകലം സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് നിങ്ങൾ ശീലിച്ചാലേ പറ്റത്തുള്ളൂ. ഞങ്ങൾ അങ്കിളുമാരിത് പറയുന്നെങ്കിലും നിങ്ങളത് ശീലിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കതിന് സാധ്യമാകത്തുള്ളൂ. അതുപോലെ തന്നെ നന്നായി കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. എത്ര നേരം ഉറങ്ങണമെന്നറിയാമോ? 7 മുതൽ 9 മണിക്കൂർ ഡെയിലി ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഈ അഡോളസൻസിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കേരളത്തിലെല്ലാം ഓരോ കുട്ടിക്കും ഓരോ മുറി വെച്ചാൽ, പിന്നെ പേരൻസ് ഒരുമിച്ച് കഴിയുന്നു, അല്ലെങ്കിൽ അവർക്കൂടെ 2 മുറി വന്നേനെമായിരുന്നു. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ മുറി വെച്ചാണ്. എല്ലാവരും അവരുടെ മുറികളിൽ കയറി അവരുടെ പ്രൈവറ്റ് ലോകത്താണ്. അപ്പോൾ നിങ്ങളുടെ ഉറക്കം നിങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാത്രികളിൽ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നുണ്ട്. ഓൺലൈനിൽ നിങ്ങൾ ചാറ്റിങ്ങും അതുപോലെയുള്ള പിന്നെ ഫോൺ കോളിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് നിങ്ങൾ കഴിക്കുക. എന്നും കുഴിമന്തി മാത്രം കഴിക്കാതെ ഇടയ്ക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ആഹാരങ്ങളോട് എല്ലാ ഇടകലർന്ന ആഹാരം കഴിക്കാനായിട്ട് ശീലിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം കുഞ്ഞുങ്ങൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ പെട്ടെന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി 10 വയസ്സ് 15 വയസ്സുള്ള ഒത്തിരി കുട്ടികൾ ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിക്കുക.
അപ്പോൾ അതിൻ്റെ ഒരു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാഡായിട്ടുള്ള ഇത്തരം ഈറ്റിംഗ് ഹാബിറ്റ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ സമീകൃത ആഹാരം കഴിക്കാനായി ശ്രമിക്കുക. അപ്പോൾ നെഗറ്റീവ് തോട്ടുകളെ ചലഞ്ച് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ധാരാളം ചിന്തകൾ നമുക്ക് ചുറ്റുമുണ്ട്, അതിനെ നമ്മൾ വെല്ലുവിളിക്കണം. പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നെഗറ്റീവ് ചിന്തകളെ നമ്മൾ പുറത്ത് കളയുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ റിയലിസ്റ്റിക് ആയിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നോ വെൻ ടു സീക്ക് ഹെൽപ്പ്. തന്നെയല്ല, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ആവശ്യം വേണ്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അപ്പം നിങ്ങൾക്ക് മറ്റൊരാളുടെ ആവശ്യമുണ്ട്. നിങ്ങളുടെ പേരൻസ് ആവാം, വേറൊരാളാവാം. ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ആളെ കണ്ടെത്തി നിങ്ങൾ സഹായം തേടേണ്ടതായിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു ആങ്സൈറ്റി, ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങളുടെ ജീവിതത്തിലൊരു തെറ്റുണ്ടായി. ഇപ്പം തന്നെ ഈ 17-18 വയസ്സുള്ള അല്ലെ 16-17 വയസ്സിലുള്ള പെൺകുഞ്ഞുങ്ങളൊക്കെ അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് പെട്ടുപോയി ഒരു വിഷയത്തിലൊരു ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടായി. നിങ്ങൾ പെട്ടെന്ന് ആങ്സൈറ്റി അടിച്ച് ആത്മഹത്യയിലേക്ക് പോകാതെ നിങ്ങൾ മറ്റൊരാളെ കണ്ട്, നിങ്ങളുടെ പേരൻസിനെയോ കൗൺസിലറിനെയൊക്കെ കണ്ട് അവരുടെ സഹായം കൂടെ നിങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ വീഡിയോസ് നിങ്ങൾ പേരൻസ് ആയിട്ടുള്ളവർ നിങ്ങളുടെ യങ്സ്റ്റേഴ്സിനെ, അഡോളസൻസ് ആയിട്ടുള്ള കുട്ടികളെ, ടീനേജിലുള്ള കുട്ടികളെ വീഡിയോസ് കാണിക്കുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും.